മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ആർക്കൊരാൾക്ക് വായിക്കാം. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 5-ാം വാക്യം. മതി, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. കർത്താവ് മറുരൂപമലയിൽ തന്റെ മഹത്വത്തെ ശിഷ്യന്മാർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാസേജാണ് നാം ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികൾ. സ്തോത്രം. ആമേൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ കർത്താവിന്റെ ഐ വിറ്റ്നസസ് ആണ്. ആമേൻ. കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികൾ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു എന്ന് താഴെയുള്ള വാക്യത്തിൽ വായിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവ് യേശു ക്രിസ്തു മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്ന സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വളരെ പ്രത്യേകതയുള്ള ചില അത്ഭുതങ്ങളുണ്ട്. അതിൽ ഒന്ന്, കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചില സമയം കഴിഞ്ഞപ്പോൾ ഞാൻ മുമ്പ് പ്രസംഗിച്ചതുപോലെ കർത്താവ് 7 അപ്പവും കുറെ ചെറുമീനും കൊണ്ട് 4000 പേരെ എന്ത് ചെയ്തു? പോഷിപ്പിച്ചു. എന്നിട്ട് വീണ്ടും ശിഷ്യന്മാർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ അപ്പം കൊണ്ടുവരാൻ എന്ത് ചെയ്തു? മറന്നുപോയി. പരസ്പരം അവർ അപ്പത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇനിയും വിശ്വസിക്കുന്നില്ലയോ? സ്തോത്രം. അപ്പമില്ലാത്ത അനേക നാളുകൾ ഉണ്ടായിരുന്നു അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പോഷിപ്പിച്ചതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ അവൻ ഒരു സാധ്യതയുമില്ലാത്ത മരുഭൂമിയിൽ ഞാൻ പോഷിപ്പിക്കുവാനിടയായി. ജാതികളുടെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് അപ്പം തന്നു. പിന്നെയും നിങ്ങൾ എന്തിനാണ് അപ്പത്തെ കുറിച്ച് വിചാരപ്പെടുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് അവൻ കർത്താവ് വീണ്ടും യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഊരുകളിലും തെരുവുകളിലും ഒക്കെ പോയി ഒത്തിരി പേരെ സൗഖ്യമാക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും കുരുടന്മാരെ സൗഖ്യമാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു ചോദ്യം ജനത്തോട് ചോദിക്കുക. സിഗ്നിഫിക്കന്റ് 8-ാം അധ്യായത്തിൽ അതിങ്ങനെയാണ്, ജനം എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? എന്താണ് ജനത്തിന്റെ ഒപ്പീനിയൻ എന്നെ കുറിച്ച്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, മറ്റു ചില പ്രവാചകൻ എന്ന് പറയുന്നു. കർത്താവ് ഉടനെ ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? സ്തോത്രം. അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. കർത്താവ് ഇമ്മീഡിയറ്റ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആമേൻ. ശിമോനെ, നീ ഭാഗ്യവാൻ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവാണ്. സ്തോത്രം. ഈ വൈകിവേളയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനം എങ്ങനെ കർത്താവിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള ഒപ്പീനിയൻസിന്റെ ബേസിലല്ല, നമ്മുടെ കൺവിക്ഷൻസിന്റെ ബേസിലാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ എങ്ങനെ വ്യക്തിപരമായി അറിയാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. പത്രോസിനോട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് റെവലേഷൻ കിട്ടുവാനിടയായി തീർന്നു. അവൻ നീ ഭാഗ്യവാനാണ്, നീ പാറയാണ്. എന്നിട്ട് കർത്താവിനെ ചൂണ്ടിക്കൊണ്ട് പറയാ, ക്രിസ്തുവാകുന്ന ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ വൈകിവേളയിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും, എനിക്ക് ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്, ദൈവത്തെ വ്യക്തിപരമായി അറിയുവാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ കൺവിക്ഷനാണ് എന്റെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. ആരെങ്കിലും പറഞ്ഞ കുറെ സ്റ്റോറിയല്ല, എന്റെ പിതാക്കന്മാരും മാതാവും ഒക്കെ പറഞ്ഞു തന്ന കുറെ അറിവുകളല്ല. എനിക്ക് വ്യക്തിപരമായ ദൈവവുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു എൻകൗണ്ടർ ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ റെവലേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പിന്നെ നമ്മൾ വായിക്കുന്നു, 6 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടിയ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട് അവരെ ദൈവം ഒന്ന് ഉറപ്പിക്കേണ്ടതിന്, ദൈവത്തെ കുറിച്ച് ഉള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടതിന് തിരുവചനം വായിക്കുന്നു, അവരെ കർത്താവ് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവ് അവരെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയത്? താഴ്വരകളിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരത്തില്ലയോ? താഴ്വരകളിൽ ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പറ്റത്തില്ലയോ? പക്ഷേ ആമേൻ. സ്തോത്രം. ഞാൻ വചനം പഠിച്ചപ്പോൾ മനസ്സിലാകുന്നത്, പല സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലുകൾക്ക് വേണ്ടി, ദൈവത്തിന്റെ പ്രത്യേക ദർശനത്തിന് വേണ്ടി, ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം അനുഭവിച്ചറിയാൻ വേണ്ടി അനേകം പേർ അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഹല്ലേലൂയ.
അവൻ ആത്മീകമായി പറഞ്ഞാൽ നമ്മുടെ നോർമൽ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾക്ക് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ കർത്താവ് നമുക്ക് നൽകുന്നത്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അതിനുവേണ്ടി ഉപവസിക്കാൻ തയ്യാറാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം, അതിനുവേണ്ടി ഇടിവിൽ നിൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം മോശയോട് കർത്താവ് പറയുന്നത് സ്തോത്രം ആമേൻ ഉയരത്തിലേക്ക് സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോഴാണ് ദൈവത്തിന്റെ മുഖത്തിന്റെ ശോഭ അവന് കാണുവാനിടയായി തീർന്നത്. ഹോരേബിലാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നത്. ആമേൻ സ്തോത്രം. താഴ്വരയിൽ നിന്ന് നീ മുകളിലേക്ക് കയറുക, നീയുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടറിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വൈകവനിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നോർമൽ ആയിട്ടുള്ള നോമിനൽ ലൈഫിൽ നിന്ന് മാറി ഒരാത്മീക ഉന്നതിയിലേക്ക് കയറുവാൻ എത്ര പേർ തയ്യാറാകും? ദൈവം നമ്മെ പേഴ്സണൽ എൻകൗണ്ടറിൽ നിന്ന് മാറിക്കും. ഹല്ലേലൂയ. സ്തോത്രം. സ്ഥലം, ഞാൻ ആ സ്ഥലത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ല പറയുന്നത്. സ്തോത്രം. കർത്താവ് അവരെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. അവിടേക്ക് കയറി പോകുവാൻ, അതിനുവേണ്ടി എന്താ പറയുന്നത്, ചുമൽ കൊടുക്കുവാൻ, അതിനുവേണ്ടി എന്താ പറയുന്നത്, ഒരു ത്യാഗം സഹിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ദൈവവുമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ചില എൻകൗണ്ടർ സാധ്യമാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടത്തിൽ നിന്ന് വേറിട്ടിരിക്കുവാൻ ഈ വൈകവളിൽ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് പറയുന്നത്, ദൈവത്തിന് നമ്മെ ഒറ്റയ്ക്ക് കിട്ടുന്ന നിമിഷങ്ങൾ, മറ്റാരിൽ നിന്ന് മാറി കർത്താവിന് നമ്മെ പേഴ്സണൽ ഡീൽ ചെയ്യാൻ കിട്ടുന്ന സന്ദർഭങ്ങളാണ് മറക്കാൻ പറ്റാത്ത ദൈവ സാന്നിധ്യത്താൽ കർത്താവിന് നമ്മെ നിറയ്ക്കുവാനായി ദൈവം തിരഞ്ഞെടുക്കുന്ന സമയങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് ആമേൻ സ്തോത്രം, നിങ്ങൾ ഞാനുമായി മറുരൂപമലയിലേക്ക് കയറി വരണം. സ്തോത്രം. അവൻ അങ്ങനെ കർത്താവ് അവരെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി എന്ന് വായിക്കുന്നു. സ്തോത്രം. തുടർന്ന് നാം കാണുന്നു സ്തോത്രം, 3 പേരെ ആ കർത്താവ് സെലക്ട് ചെയ്തത്. 3 പേരെ ആരൊക്കെയായിരുന്നു? പത്രോസും യാക്കോബും യോഹന്നാനും. നാം ഈ 3 പേരെ കുറിച്ച് പഠിക്കുമ്പോൾ 3 പേർക്ക് 3 ക്യാരക്ടറാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. സ്തോത്രം. ഇവരാരും നമ്മൾ വായിക്കുന്നുണ്ട് സ്തോത്രം, ഇവരുടെയൊക്കെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. ഒന്ന്, യോഹന്നാനെ സംബന്ധിച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ പത്രോസിനെ സംബന്ധിച്ച് അങ്ങനെയല്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന, പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ് ആര്? സ്തോത്രം, പത്രോസ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ അങ്ങേയറ്റം വിശ്വസിക്കാനും, വിശ്വസിച്ചില്ല എങ്കിൽ അത് വിശ്വസിക്കത്തില്ലെന്ന് പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ദൈവം അവരെ ഒന്ന് സ്ട്രോങ് ആക്കാൻ, കർത്താവ് അവരെ ഒന്ന് ഉറപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്തോത്രം, ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ കർത്താവ് കൊണ്ടുപോയത് സിൻസിയർ ആയിട്ട് ജീവിതത്തെ മുമ്പോട്ട് നയിച്ച പ്രിയപ്പെട്ടവരെ ആയിരുന്നു. ഈ പത്രോസ്, യാക്കോബിനെ, യോഹന്നാനെ നമ്മൾ കാണുന്ന പല സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, ഗത്സമനയിൽ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് കൂടെ ഇരുന്നത് ഇവരായിരുന്നു. സ്തോത്രം. ഉറങ്ങിപ്പോയി, അത് ശരിയാ. കർത്താവിനെ തള്ളിപ്പറഞ്ഞ, അത് ശരിയാ. പക്ഷെ അപ്പോഴും കർത്താവ് ചൂസ് ചെയ്തത് അവരെയാണ്. സ്തോത്രം. കാരണം എന്തെന്നറിയാമോ? അവരാരെയും ഹിപ്പോക്രറ്റ് അല്ല, അവരുള്ളതുപോലെ പ്രതികരിക്കുന്നവനാ. കർത്താവെ, നീ മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് വാളെടുത്ത് ഒരുവന്റെ ചെവി വെട്ടിയവനാ. സ്തോത്രം. ഹല്ലേലൂയ. അതേ പത്രോസാണ് സ്തോത്രം പടകിലിരുന്ന് കടലിന്മേൽ നടന്നു വരുന്ന കർത്താവിനെ കണ്ടിട്ട് ഭൂതമാണെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, കർത്താവാണ് എങ്കിൽ എനിക്ക് ഒരു ഉറപ്പ് വേണം, ഞാനും വെള്ളത്തിന്റെ മേൽ നടക്കാൻ നീ എന്നെ അനുവദിക്കണം. കർത്താവ് പറഞ്ഞ എന്റെ അടുക്കലേക്ക് വാന്ന് പറഞ്ഞപ്പോൾ എല്ലാ വമ്പന്മാരും പടകിൽ തന്നെ ഇരുന്നപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ ആര്? സ്തോത്രം, പത്രോസ് അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്തിനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, സ്തോത്രം, അപാകതകളെല്ലാം ഒരു സൈഡിൽ നിൽക്കുമ്പോഴും കർത്താവിനോട് ചേർത്ത് നിർത്തിയത് സിൻസിയർ ആയിട്ട് ജീവിതത്തെ കണ്ട ചിലരെയായിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാന്റെയും പ്രത്യേകത, അവർ സിൻസിയർ ആയി കർത്താവിനെ ഫോളോ ചെയ്തു എന്നുള്ളതാണ്. സ്തോത്രം. പരാജയമില്ല എന്നുള്ളതല്ല, പക്ഷേ അതിന്റെ നടുവിലും ദൈവം കൺവിൻഷൻ കൂടെ ചെയ്തപ്പോൾ, ദൈവം കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ, കർത്താവെ, നിനക്ക് വേണ്ടി ചാകാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞവൻ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും? കർത്താവെ, അങ്ങയുടെ പുറകെ എല്ലാം വിട്ട് ഞാൻ അനുഗമിച്ചു എന്ന് പറയാൻ തയ്യാറായ മനുഷ്യൻ. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചത് എല്ലാം വിട്ടിട്ട് അനുഗമിച്ചിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, ഞാൻ അക്കരയ്ക്ക് പോവുകയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോവുകയാ. ഉടനെ പത്രോസ് ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, നമ്മളാണെങ്കിൽ അത് മൂടി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിശ്വാസത്തെ കുറിച്ച് പറയും. ഹൃദയത്തിനകത്ത് എന്തുണ്ട്? പക്ഷെ പത്രോസിന്റെ ഒരു പ്രത്യേകത,
എന്താണോ ഹൃദയത്തിൽ വിചാരിച്ചത് അത് യേശുവിനോട് പറയുവാൻ അവൻ തയ്യാറായെന്നുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് അവനെ ചേർത്ത് നിർത്തിയത്. ഹല്ലേലൂയ. ഈ വൈകവേളയിൽ അപാകതകളെ പരിഹരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ ഹൃദയത്തെ ഉള്ളതുപോലെ പകരാൻ തയ്യാറായവൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. മറ്റു പല ഒക്കേഷനിൽ യായിറോസിന്റെ മകനെ സൗഖ്യമാക്കാൻ വേണ്ടി കർത്താവ് പോകുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. സ്തോത്രം. അവിടെ കുറച്ച് ഡിലേ ആയി. തന്റെ വീട്ടിൽ നിന്ന് ന്യൂസ് വന്നു. എന്താണ്? ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. കാരണം അവനെ കുഞ്ഞു മകൾ എന്ത് ചെയ്തു? മരിച്ചു. സ്തോത്രം. ഒരു ഡെത്ത് സംഭവിച്ചു. എന്നിട്ട് ഇങ്ങനെ വായിക്കുന്നത്, കർത്താവ് ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാ. കർത്താവ് ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എങ്ങനെയാ വായിക്കുന്നത്? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അല്ലാതെ ആരെയും അകത്തേക്ക് കയറുവാൻ കർത്താവ് എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ മൂന്ന് പേർ വിശേഷത ഉള്ളവരാ. ഈ ബൈബിളിൽ പറയാമോ? സ്തോത്രം. ഞാനും നിങ്ങളും ദൈവത്തിന് വിശേഷത ഉള്ളവരാണ്. ഞാനും നിങ്ങളും ദൈവത്തിന് പ്രത്യേകത ഉള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ അപാകതകളുണ്ട്. പക്ഷെ അത് പരിഹരിക്കുവാൻ കഴിയുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയാം. നമ്മൾ ശ്രേഷ്ഠതയുള്ളവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവരെ ഒന്ന് വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന്, ഞാൻ ആ പദം വീണ്ടും എടുത്ത് പറയുന്നതിന് കാരണമുണ്ട്. വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് കർത്താവ് അവരെ മലയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. അവിടേക്ക് കൊണ്ടുപോയി പത്രോസും യാക്കോബും യോഹന്നാനും ഇരിക്കുമ്പോൾ കർത്താവ് അവരുടെ മുമ്പിൽ എന്ത് ചെയ്തു? രൂപാന്തരപ്പെട്ടു. സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കാമോ? താഴോട്ടുള്ള വാക്യങ്ങൾ. മൂന്നാം വാക്യം, ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തതും അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണം. ഈ പർവ്വതത്തിന്റെ മുകളിൽ, മറുരൂപമലയുടെ മുകളിൽ കർത്താവിന്റെ റിയൽ ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സ്വരൂപം അവരുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയപ്പോൾ അവർ പറഞ്ഞ അടുത്ത കാര്യം ഇതാണ്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ആരാധനകൾ ബോറായി തോന്നും, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോയാൽ, കൂട്ടായ്മകൾ ബോറായി തോന്നും, ദൈവ സാന്നിധ്യം അകത്തളങ്ങളിൽ അനുഭവിക്കാൻ പറ്റാതെ പോയാൽ, ഭവന പ്രാർത്ഥനകൾ സമയം കൊല്ലി എങ്ങനെയെങ്കിലും തീർന്നാ മതി എന്ന് തോന്നും, ദൈവ സാന്നിധ്യം അനുഭവിച്ചില്ലെങ്കിൽ. പക്ഷെ ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ പറയും, കർത്താവേ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ മുഖത്തെ കാണുന്നവർ പറയും, എനിക്ക് യേശുവിനെ കണ്ട് മതിയായിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ വൈകവേളയിൽ പറയുന്ന കർത്താവേ, എന്റെ ചെറു പ്രാർത്ഥനകൾ മുതൽ എല്ലാ കൂട്ടായ്മക്കകത്തും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ തേജസ് ഉണ്ട്. ആ തേജസ്സിനെ ദർശിച്ചിട്ട് മാത്രമേ നാം മടങ്ങി പോകത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി വേണം നമ്മുടെ കൂട്ടായ്മകളിലേക്ക് നമ്മൾ കടന്നു വരാൻ. ഞാൻ വിശ്വസിക്കുന്നത് ഭവനത്തിന്റെ അകത്തളങ്ങളിൽ സംഭവിക്കണം, നിങ്ങളുടെ കൂട്ടായ്മകളിൽ സംഭവിക്കണം, നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കണം. ഹല്ലേലൂയ. ഇത് ആറവോളം പരിപാടിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തോന്നാതിരിക്കുവാൻ ദൈവ സാന്നിധ്യത്തിന്റെ ഇൻഫ്ലുവൻസ് അവരുടെ മേൽ കടന്നു വരുവാനിടയായി തീരണം. അപ്പോൾ അവർ പറയും, ഭവന പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം. ഒരു ടൈം എന്താ പറയുന്ന ഒരു നെയിം സേക്കിന് വേണ്ടി ഒരു പാട്ടും പാടി വാക്യവും വായിച്ച് പ്രാർത്ഥിച്ച് അടുത്ത പരിപാടിക്ക് അവർ പോകും. സ്തോത്രം. പത്രോസ് പറയുന്നു, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. കാരണം ദൈവത്തിന്റെ മുഖത്തിന്റെ ശോഭ ഒറിജിനലായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുവരെ നടന്ന ഒരു മനുഷ്യനല്ല, അതിനേക്കാളും വലിയവനായ ഒരു ദൈവമാണ് എന്റെ കൂടെ നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആത്മീക ജീവിതത്തിൽ നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നത് ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളിൽ കർത്താവ് നമുക്ക് തരുന്ന പേഴ്സണൽ കൺവിക്ഷൻസ് ആണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. സ്തോത്രം. ഒരു ഫ്ലോയിൽ പോകുന്നതല്ല. അവർ അത്ഭുതങ്ങൾ കണ്ടവരാ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് കണ്ടതാ. കാനാവിലെ കല്യാണത്തിന് അത്ഭുതം നടന്നത് കണ്ടതാ. ഒത്തിരി രോഗികളെ സൗഖ്യമാക്കിയത് കണ്ടതാ. പക്ഷെ അതൊന്നും ദൈവത്തെ വിശ്വസിക്കാൻ അവർക്ക് ഇടയായില്ല. പക്ഷെ ദൈവത്തിന്റെ മുഖത്തെ കണ്ടപ്പോൾ അവർ പറയാണ്, കർത്താവേ, താഴേക്ക് പോയി ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഉയരത്തിലിരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതാണ്. എത്ര പേർക്ക് ആത്മീക കൂട്ടായ്മകളിൽ ആത്മസന്തോഷത്തിന്റെ ഒരു സമൃദ്ധി അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. താഴെ പോയി ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് മുകളിൽ നിന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഒരു മൗണ്ടൻ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. ഒരു മറുരൂപമലയുടെ അനുഭവം നിങ്ങൾക്കുണ്ടോ? Can you say that I am an eyewitness of Jesus Christ? കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയാണ് ഞാൻ. ഹല്ലേലൂയ.
ചുമ്മാ ഇറങ്ങി തിരിച്ചതല്ല, ദൈവത്തെ കണ്ടിറങ്ങി തിരിച്ചതാണ്. ഹല്ലേലൂയ. ചുമ്മാതൊരു ഫ്ലോയ്ക്ക് പോകുന്നതല്ല. എനിക്ക് പേഴ്സണൽ എൻകൗണ്ടർ ദൈവമായിട്ടുണ്ട്, കൺവിക്ഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവർ പറയുകയാണ്, നമ്മളിവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, അവൻ ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള ഒരു വ്യക്തിപരമായ പേഴ്സണൽ ആയിട്ടുള്ള എൻകൗണ്ടർ അവിടെ ഉണ്ടായി. അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ അവിടെ വേദപുസ്തകത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. അവന്റെ വസ്ത്രം ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തതുപോലെ വെണ്മയായി തീർന്നു. സ്തോത്രം. അവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. ആമേൻ. ഇവൻ എന്റെ പ്രിയപുത്രനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അവർ കേൾക്കുവാനിടയായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം, അത് റിയൽ ആയിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ചിലത് കേട്ടു, ഞങ്ങൾ ചിലത് കണ്ടു, ഞങ്ങൾ ചിലത് അനുഭവിച്ചു. ആത്മീക ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ ചിലത് കാണുവാനിടയാകണം, ചിലത് കേൾക്കുവാനിടയാകണം, ചിലത് അനുഭവിക്കുവാനിടയായി തീരണം. കെട്ടുകേൾവിയല്ല, ആരെങ്കിലും പറഞ്ഞുള്ള അറിവല്ല. ഞാൻ എന്നെ കണ്ടുകൊണ്ട് ചിലത് കണ്ടു, ഞാൻ എന്റെ ചെവി കൊണ്ട് ചിലത് കേട്ടു, ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞു. ഹല്ലേലൂയ. അതാണ് എന്റെ ആത്മീക ജീവിതം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അവന്റെ മഹിമ കണ്ടു. സ്തോത്രം. രണ്ടാമത് അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. മൂന്നാമത് പത്രോസ് പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ, ഞങ്ങൾ കർത്താവിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞു. ഈ 2025 പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ പറയുന്നു, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ മറ്റൊരു ലെവലിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് നടത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. എനിക്കൊരു ആത്മഭാരമുണ്ട്. സ്തോത്രം. വ്യക്തിപരമായി, കുടുംബങ്ങളായി. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട കാര്യം ഞാൻ പറയാം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ സാധാരണ ഒരു ലെവലിൽ നിന്നും നമ്മുടെ ആത്മീക ജീവിതം ഒന്ന് വർദ്ധിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. വേദപുസ്തക പഠനമൊക്കെ നമ്മെ ഒന്നും ആകെ ഇളക്കി മറിക്കുന്ന, നമ്മുടെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തുന്ന, നിങ്ങളുടെ ജീവിതത്തെ ഉലച്ച് വാർക്കുന്ന നിമിഷങ്ങളായി മാറണം. ചുമ്മാ വായിച്ചു വിടുകയല്ല, ദൈവവചനത്തിന് മുമ്പിൽ ഒരു രൂപാന്തരത്തിന് വേണ്ടി, ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷങ്ങളാകണം. Praise the Lord. Hallelujah. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. Praise the Lord. കേവലം പ്രസംഗം മാത്രമല്ല, വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ, വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യട്ടെ. ആമേൻ. ഈ വർഷത്തിന്റെ അവസാനം സാക്ഷ്യം പറയണം, എന്റെ ആത്മീക നിലവാരത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായി, എന്റെ കാഴ്ചപ്പാടിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. എന്റെ സമീപനത്തിൽ വ്യത്യാസമുണ്ടായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞാനൊരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. സ്തോത്രം. 3 വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾ കർത്താവിനോട് ചേർന്ന് നിന്നവർ, ദൈവവുമായിട്ട് ചേർന്ന് നടന്നവർ, അവരെ കർത്താവ് മുകളിലേക്ക് കൊണ്ടുപോയി അവന്റെ മഹിമ കർത്താവ് കാണിച്ചു. ഇനി കർത്താവിന്റെ മഹിമ കണ്ടാലുള്ള പ്രത്യേകത എന്താ? കർത്താവിന്റെ മഹിമ കണ്ടാലുള്ള പ്രത്യേകത എന്താ? ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 1 പത്രോസിന്റെ ലേഖനം 1 അധ്യായം 16 വാക്യം. 1 പത്രോസ് 1:16. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 1 പത്രോസ് 1:16 ആണോ? സോറി, 2 പത്രോസ് കേട്ടോ. സോറി, 2 പത്രോസ്. യെസ്. ഒരു മിനിറ്റ് അവിടെ പോസ് ചെയ്യണം. പത്രോസ് ദൈവത്തിന്റെ സുവിശേഷവുമായിട്ട് പലയിടങ്ങളിലേക്ക് കടന്നുപോയി. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ട് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളാണ്. ഒന്ന് 9-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസാണ് യെരുശലേമിലും അതിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ, ജുഡിയയുടെ പല ഭാഗങ്ങളിലൊക്കെ ആരാ ശുശ്രൂഷിച്ച്? പത്രോസാ ശുശ്രൂഷിച്ച്. പിന്നെ 9-ാം അധ്യായം മുതൽ നമുക്കറിയാം, സുവിശേഷം കർത്താവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ച് നിങ്ങൾ യെരുശലേമിലും യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അങ്ങനെ കർത്താവിന്റെ സുവിശേഷം മറ്റ് റീജിയനിലേക്ക് കൊണ്ടുപോയ അപ്പോസ്തലനായ പൗലോസ്. സോ ആക്ച്വലി ബുക്ക് ഓഫ് ആക്ട്സ് എന്ന് പറയുന്നത് പത്രോസിന്റെയും അതുപോലെ പൗലോസിന്റെയും മിഷണറി പ്രവർത്തനങ്ങളുടെ ഒരു വലിയൊരു ഹിസ്റ്റോറിക്കൽ ഈവൻസ് ആണ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് നമ്മൾ കാണുന്നത് പത്രോസ് പറയുകയാണ്, ഇവൻ ഈ സുവിശേഷവുമായിട്ട് പത്രോസ് പലയിടങ്ങളിലേക്ക് കടന്നുപോയി ജനത്തോട് സുവിശേഷം പറഞ്ഞു. പലരും എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല.
അവൻ പലരും പറഞ്ഞു ഇത് ചുമ്മാ കെട്ടുകഥയാ, ചുമ്മാ പണ്ടത്തെ കഥയൊന്നും പറയാതെ. യേശു ക്രിസ്തു മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, അവിടുന്ന് പോയി, ഞങ്ങളാരും യേശുവിനെ കണ്ടിട്ടില്ല, ഈ ചുമ്മാ കഥ പറയാതെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പത്രോസ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശക്തിയും യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. അടുത്ത വാക്യം, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അടുത്ത വാക്യം വായിച്ചേ. യെസ്, ആമേൻ. അടുത്ത വാക്യം, ഞങ്ങൾ അവനോടുകൂടി എവിടെ ആയിരുന്നു? കാലം കുറെ കഴിഞ്ഞു, സ്തോത്രം, വർഷങ്ങൾ അനവധി കഴിഞ്ഞു. പക്ഷേ സുവിശേഷവുമായി പോയപ്പോൾ ചിലര് പറഞ്ഞു, സ്തോത്രം, ചുമ്മാ കെട്ടുകഥയും കൂടെ ഞങ്ങളെടുത്ത് വരണ്ട. അപ്പൊ പൗലോസ് പറയുന്നു, പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളോട് അറിയിച്ചത്, സ്തോത്രം, നിർമ്മിത കഥ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ ശക്തി അനുഭവിച്ചിട്ട. എവിടെ വെച്ചാ? മർക്കോസിന്റെ മാളിക മുറിയിൽ ഞങ്ങളുടെ മേൽ പകർന്ന ദൈവശക്തിയുണ്ട്. രണ്ടാമത് അവൻ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് ചുമ്മാ കഥ കേട്ടിട്ടല്ല, വെറും കഥയുടെ അടിസ്ഥാനത്തിലില്ല. ഞങ്ങൾ അവനോട് കൂടെ അവൻ വിശുദ്ധ പർവ്വതത്തിലായിരുന്നു. അവിടെ വെച്ച് അവൻ ദൈവത്തിന്റെ തേജസ് ഞങ്ങൾ കണ്ടു, അവന്റെ മഹിമ ഞങ്ങൾ കണ്ടു, അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു, അവന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. അതാണ് സുവിശേഷം പറയാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? കർത്താവിന്റെ മഹിമ കണ്ടവൻ യേശുവിനെ സാക്ഷിയായി തീരും. കർത്താവിന്റെ ആ ശക്തി അനുഭവിച്ചവൻ യേശുവിനെ കുറിച്ച് പറയും. അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് അവന്റെ കൺവിക്ഷനാണ്. സ്തോത്രം. അവൻ പറയും, ചുമ്മാ കഥ കേട്ടിട്ട് വന്നതല്ല, ഞാൻ അനുഭവിച്ചിട്ട് വന്നതാ. അവൻ ചുമ്മാ ആരെങ്കിലും പറയുന്നത് കേട്ട് വന്നതല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട് നിങ്ങളോട് പറയുകയാ. ആരെങ്കിലും കണ്ട സ്റ്റോറി എന്ന് പറയുകയല്ല, ഞങ്ങൾ നേരിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടിട്ട് വരികയാ. ഈ വൈകിവേളയിൽ അങ്ങനെ ഒരു പേഴ്സണൽ എൻകൗണ്ടറിന് വേണ്ടി ദൈവസഭയെ കർത്താവ് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കർത്താവെ, എനിക്ക് ചിലതൊക്കെ കേൾക്കുവാൻ, എനിക്ക് ചിലതൊക്കെ കാണുവാൻ, ദൈവത്തിന്റെ തേജസ് അനുഭവിച്ചറിയുവാൻ, ദൈവത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ എനിക്ക് കഴിയണം. അങ്ങനെ പറഞ്ഞാൽ യേശുവിന്റെ മഹിമ കണ്ട സാക്ഷികളായി തീരുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ഉപയോഗിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നമുക്ക് ആരെയും കൂസേണ്ടി വരത്തില്ല പ്രിയപ്പെട്ടവരെ. അവിടെ നമുക്ക് ഷെയിമിന്റെ ആവശ്യമില്ല, കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ സുഹൃത്തുക്കളോട് വന്ന് പറയും, ധൈര്യമായിട്ട് അവിടെ പൊയ്ക്കോ. കാരണം എന്തുവാ? മെനു കണ്ടു പോകുന്നതല്ല, നമ്മൾ കഴിച്ചിട്ടാ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? കഴിച്ചിട്ടാ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ കഴിച്ച് കുഴപ്പമില്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ മെനു കണ്ടിട്ട് പോകുന്നവർക്കൊക്കെ അബദ്ധം പറ്റും. പക്ഷേ കർത്താവിന്റെ മുഖത്തെ കണ്ടു പോകുന്നവർ, അത് അനുഭവിച്ചിട്ട് പോകുന്നവർ, അവന്റെ മഹിമ കണ്ടിട്ട് സാക്ഷിയാകുന്നവർ. അതുകൊണ്ട് പേടിയുള്ളവനായിരുന്ന പത്രോസ്, ഹല്ലേലൂയ, ഒളിച്ചോടിയിരുന്ന പത്രോസ്, അവൻ പറയുകയാണ്, നിങ്ങൾ ചുമ്മാ എന്നോട് വന്ന് ഞാൻ കള്ളക്കഥ പറയുകയാണ്, കെട്ടുകഥ പറയുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കർത്താവിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞവനാ, ഞാൻ കർത്താവിന്റെ മഹിമ കണ്ടവനാ. 2025 ദൈവത്തിന്റെ മഹിമ കണ്ട് കർത്താവിനെ ഫോളോ ചെയ്യണം. ഞാൻ പെന്തക്കോസ്തിനകത്ത് 4ാമത്തെ തലമുറയാ, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ശക്തിയില്ല എങ്കിൽ പെന്തക്കോസ് എന്ന വാക്ക് ഉപയോഗിക്കാൻ അധികാരമില്ല എനിക്ക്. സ്തോത്രം, ഹല്ലേലൂയ. പാരമ്പര്യമല്ല, അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, ആമേൻ. വെറുതെ ആരെങ്കിലും കണ്ട സ്റ്റോറിയുടെ പിന്നാമ്പുറത്തിൽ പോകുന്നവരല്ല. ഞാൻ ദൈവത്തെ കണ്ടിട്ട് വേണം ഫോളോ ചെയ്യാൻ.